ഹായ്, ഇതൊരു ബർത്ത്ഡേ വ്ളോഗാണ്. ഫൗസ്റ്റീനയുടെ ബർത്ത്ഡേ നമ്മൾ ശനിയാഴ്ചയാണ് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡെല്ലാം നമ്മൾ വീട്ടിൽ തന്നെയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ചിക്കനാണ് വെച്ചത്. ചിക്കൻ വെച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ബീഫ് വെച്ചത്. ബീഫ് മിക്സ് ചെയ്യാനൊക്കെ രണ്ടാമത്തെ ആൾ സഹായിച്ചിട്ട് തന്നെ. അവനാണെങ്കിൽ കിച്ചണിൽ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാറൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മീൻ കറിയാണ് വെച്ചത്. അപ്പോൾ എന്നെ സഹായിക്കാൻ ഒരു ചേച്ചി വരാറുണ്ട് ഇവിടെ. ആഴ്ചയിൽ ഒരിക്കലേ ചേച്ചി വരും. അപ്പോൾ ചേച്ചി ക്ലീനിങ്ങാണ് മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനത്തെ ഹെവി ആയിട്ടുള്ള ജോലികളുള്ള ദിവസം ആ ചേച്ചി എനിക്ക് ഇങ്ങനെ കട്ടിങ്ങും സബോള, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തൊക്കെ തരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് വൈകിട്ടായിരുന്നു പരിപാടി. അപ്പോൾ എല്ലാ കസിൻസിനെയും ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഇങ്ങനെ എല്ലാവരെയും വിളിക്കുന്നതും. അവർ തന്നെയാണ് പിള്ളേർ സെറ്റ് തന്നെയാണ് ഇങ്ങനെ ബലൂൺസ് വെക്കലും പിന്നെ ഡെക്കർ ചെയ്തതും ഒക്കെ അവർ തന്നെയാണ്. അപ്പോൾ അവരുടെ ഒരു ഐഡിയ പോലെ തന്നെ അവരതൊക്കെ വെച്ചു. എനിക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല, ഒക്കെ അവർ തന്നെ ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു പ്രയർ ഉണ്ടായിരുന്നു. പ്രയർ ജോണാണ് ചൊല്ലിയിട്ടുണ്ടായിരുന്നത്. ജോണിന് വേഗം തിരിച്ച് പോകേണ്ടതുള്ളത് കൊണ്ട് നമ്മൾ വേഗം തന്നെ കേക്ക് കട്ടിങ്ങിലേക്ക് കടന്നു. കേക്ക് കട്ട് ചെയ്തിട്ട് നമ്മൾ ഓരോരുത്തർക്കായിട്ട് കൊടുത്തുകൊണ്ടിരുന്നു. നമ്മൾ എല്ലാ ബർത്ത്ഡേയ്സും ജസ്റ്റ് കേക്കെങ്കിലും കട്ട് ചെയ്തിട്ട് ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ അവർക്ക് വലുതാകുമ്പോൾ ഉള്ള കുഞ്ഞു കുഞ്ഞു മെമ്മറീസാണ്. ഇത് ഒരു കുഞ്ഞ് സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറേ ആൾക്കാരും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ മെയിനായിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് വീടിൻ്റെ അടുത്തുള്ളത്, പിന്നെ കസിൻസ് എന്ന് പറഞ്ഞാൽ അഞ്ചു, അലക്സ്, ബെനീറ്റ, അവർ നമ്മളെല്ലാ പരിപാടിക്കും വിളിക്കാറുണ്ട്. അപ്പോൾ അത്രയും പേരൊക്കെ ഇനി ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവർക്കും ഓരോരുത്തർക്കായി കേക്ക് കൊടുക്കലും അവരെല്ലാവരും ഇവൾക്ക് കേക്ക് കൊടുക്കലും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഭക്ഷണം. അപ്പോഴേക്കും ഞാൻ പോയിട്ട് ഭക്ഷണം അവിടെ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ. അങ്ങനെ ഡാഡിക്കും മമ്മിക്കും കേക്കൊക്കെ കൊടുത്തു. എൻ്റെ മമ്മിയും കൂടി വരാറുണ്ടായിരുന്നു. പക്ഷേ മമ്മിക്ക് അവിടെ അമ്മാമ്മ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് മമ്മിക്ക് വരാൻ പറ്റിയില്ല. അല്ലെങ്കിൽ എല്ലാ ബർത്ത്ഡേക്കും മമ്മി ഇവിടെ എത്താറുണ്ടായിരുന്നു. അപ്പോൾ മമ്മീനെ ശരിക്കും നമ്മൾ മിസ് ചെയ്തു. മമ്മി ഒരു ദിവസമൊക്കെ നിന്ന് അങ്ങനെയൊക്കെ പോകാറുണ്ടായിരുന്നുള്ളൂ. അമ്മാമ്മ ഒറ്റയ്ക്ക് ആയതുകൊണ്ടും പിന്നെ രാത്രിയാണല്ലോ നമ്മൾ പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മമ്മിക്ക് വരാൻ പറ്റില്ലായിരുന്നു, തിരിച്ചു പോകാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാണ്ടിരുന്നു. ആദ്യം നമ്മൾ പിള്ളേർ സെറ്റിനെയാണ് ഇരുത്തിയത്. അപ്പോൾ പിള്ളേർ സെറ്റൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ കഴിച്ചത്. പിള്ളേരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അവർക്ക് കളിക്കാനുള്ള ധൃതി കൊണ്ട് വേഗം കഴിക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ പാട്ടൊക്കെ വെച്ച് കുറേ നേരം ഡാൻസ് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ടി വി ഒക്കെ കണ്ട് അവരവിടെ അങ്ങനെ ഇരുന്നു.